ഹായ് ഗായ്സ്, പി എസ് സി ടോപ്പ് ജെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഒരു കോമൺ പ്രിലിമിനറി 10th ലെവൽ പരീക്ഷയിലെ GK ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം: ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗാന്ധിജി, ഡോക്ടർ രാധാകൃഷ്ണൻ, ലക്ഷ്മണസ്വാമി മുതലിയാർ, ഡോക്ടർ DS കോത്താരി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ DS കോത്താരി. ഓക്കെ, അടുത്ത ചോദ്യം: ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10, ഡിസംബർ 1, ഡിസംബർ 24, ഡിസംബർ 25. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡിസംബർ 10 ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. ഓക്കെ, ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? നെപ്പോളിയൻ, മെറ്റേണിക്, റൂസോ, വോൾട്ടയർ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, മെറ്റേണിക്. ഓക്കെ, കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ്? വക്പടാനന്ദൻ, കുരുളി ചേകോൻ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, കുരുളി ചേകോൻ. ഓക്കെ, രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്. ഉത്തരം ഓപ്ഷൻ സി ആണ്, കൊല്ലം. ഓക്കെ, ഗ്രീനിച്ച് സമയം, അതായത് 0 ഡിഗ്രി രേഖാംശ രേഖ, ആ ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ സി ആണ്, 7:30 PM. ഓക്കെ, താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓക്കെ, താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓക്കെ, ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ്. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 1, 2, 3, 1, ഇവയെല്ലാം 2, 3. ഓക്കെ, ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇവയെല്ലാം ശരിയാണ്. ഓക്കെ, ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത്? 42, 74, 91, 61. ഓക്കെ, ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 61ാം ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത്. ഓക്കെ, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? നെടുമങ്ങാട്, ചിറയിൻകീഴ്, നെയ്യാറ്റിൻകര, കാട്ടാക്കട. ഉത്തരം ഓപ്ഷൻ സി ആണ്, നെയ്യാറ്റിൻകര. ഓക്കെ, അടുത്ത ചോദ്യം: മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഓക്കെ, മൺസൂൺ മഴയും അതുപോലെ ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണ്, എക്കൽ മണ്ണ്, പർവ്വത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ലാറ്ററൈറ്റ് മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്, കർണാടക, ആസാം, കേരളം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കേരളം. കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്, കർണാടകം. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കലെ. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, പശ്ചിമ ബംഗാൾ. ഓക്കെ, ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏതാണ്? മാൾവ പീഠഭൂമി, ആരവല്ലി പർവ്വതനിര, ഉപദ്വീപീയ പീഠഭൂമി, ഉത്തര മഹാസമതലം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഉപദ്വീപീയ പീഠഭൂമി. ഓക്കെ, ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും
ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം. ഓക്കെ. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏതാണ്? ദേശീയ ജലപാത 3, 4, 5, 2. ഇതിലേതാണ് കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ? ഉത്തരം ഓപ്ഷൻ എ ആണ്, ദേശീയ ജലപാത 3. ഓക്കെ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ്? ഓക്കെ. ഉത്തരപർവ്വത മേഖല, ഉപദ്വീപീയ പീഠഭൂമി, ഉത്തരമഹാസമതലം, തീരസമതലങ്ങൾ. ഓക്കെ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഉത്തരമഹാസമതലം. ഓക്കെ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏതാണ്? ഇന്ദിരാ പോയിന്റ്, പാറശാല, തൂത്തുക്കുടി, കന്യാകുമാരി. ഓക്കെ. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇന്ദിരാ പോയിന്റ്. ഓക്കെ. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം ഏതാണ്? അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, പശ്ചിമ അസ്വസ്ഥത, സമുദ്ര സാമീപ്യം. ഇതിലേതാണ് ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം? ഉത്തരം ഓപ്ഷൻ സി ആണ്, പശ്ചിമ അസ്വസ്ഥത. ഓക്കെ. അടുത്ത ചോദ്യം, പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓക്കെ. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? താരതമ്യേന വീതി കുറവാണ്. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. വീതി താരതമ്യേന കൂടുതലാണ്. ഓക്കെ. അപ്പോൾ വീതി കുറവാണ് എന്നും കൂടുതലാണ്, രണ്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ശരിയായ പ്രസ്താവന ഏതാണ്? ഓക്കെ. 1, 2 ശരിയാണ്, 1, 3 ശരിയാണ്, 2, 3 ശരിയാണ്, 2, 4 ശരിയാണ്. ഇതിൽ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ. അതായത് 1, 3 ശരിയാണ്. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി, കാഞ്ചനജംഗ, എവറസ്റ്റ്, ഹിമാലയം. ഉത്തരം ഓപ്ഷൻ എ ആണ്, ആനമുടി. ഓക്കെ. ആനമുടിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഓക്കെ. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി, തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി, പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. ഇതിലേതാണ് അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത്? ഓക്കെ. 2 മാത്രം, 3 മാത്രം, 1, 2, 2, 3. ഓക്കെ. ഉത്തരം ഓപ്ഷൻ എ ആണ്, 2 മാത്രം. ഓക്കെ. തിരു-കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്നാണ്? 1956 നവംബർ 1, 1949 ജനുവരി 12, 1949 ജൂലൈ 1, 1948 ജൂലൈ 28. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1949 ജൂലൈ 1. ഓക്കെ. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ഏതാണ്? ഓക്കെ. കേഡ, ചമ്പാരൻ, അഹമ്മദാബാദ്, അമൃത്സർ. ഓക്കെ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചമ്പാരൻ. ഓക്കെ. അടുത്ത ചോദ്യം, ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ആരാണ്? ഓക്കെ. ജനാർദൻ ടണ്ടൻ, വില്യം ജോൺസ്, ദേവേന്ദ്രനാഥ ടാഗോർ, ദയാനന്ദ സരസ്വതി. ഉത്തരം ഓപ്ഷൻ എ ആണ്, ജനാർദൻ ടണ്ടൻ ആണ്. ഓക്കെ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓക്കെ. നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. ഓക്കെ. ഇതിലേതാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത്? ഓക്കെ. 1 മാത്രം, 2 മാത്രം, 2, 3, 3 മാത്രം. ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. ഓക്കെ. 2 മാത്രമാണ് ഇതുമായി ബന്ധമില്ലാത്തത്. ഓക്കെ. അടുത്ത ചോദ്യം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, വഗ്ബടാനന്ദൻ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വഗ്ബടാനന്ദനാണ് ആത്മവിദ്യാ സംഘം എന്ന് പറയുന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത്. ഓക്കെ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? NC മാധവൻ, P വത്സല, അശോകൻ ചെരുവിൽ, S ഹരീഷ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, NS മാധവൻ. ഓക്കെ.
സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഓക്കെ, സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗശ്രീ ഈ അടുത്തിടെ നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, ഗുജറാത്ത്, ആസാം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പശ്ചിമ ബംഗാൾ. ഓക്കെ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ശ്രീമൂലം തിരുനാൾ, ശക്തൻ തമ്പുരാൻ, മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ. ഉത്തരം ഓപ്ഷൻ സി ആണ്, മാർത്താണ്ഡവർമ്മ. ഓക്കെ, മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഡേവിഡ് ബക്കർ, ജോൺ ഫോസ്, ഹരോൾഡ് പിൻറ്റർ, ഹാൻ കാങ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഹാൻ കാങ്. ഓക്കെ. അടുത്ത ചോദ്യം. ഇന്ത്യൻ അവകാശങ്ങളുടെ പട്ടികയിൽ ഭരണഘടനയിൽ നിലവിലുള്ളതിൽ മൗലിക അവകാശമായി ഉൾപ്പെടാത്തത് ഏതാണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സ്വകാര്യ സ്വത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? സോവിയറ്റ് യൂണിയൻ, ഓസ്ട്രേലിയ, അമേരിക്ക, ഇംഗ്ലണ്ട്. ഉത്തരം ഓപ്ഷൻ എ ആണ്, സോവിയറ്റ് യൂണിയൻ. ഓക്കെ. ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ്. നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഏതാണ് തെറ്റായ പ്രസ്താവന? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം. ഓക്കെ. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഓക്കെ. ഉത്തരം ഓപ്ഷൻ എ ആണ്, രാഷ്ട്രപതി. ഓക്കെ. അടുത്ത ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓക്കെ. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് കമ്മീഷൻ നിലവിൽ വന്നത്. കമ്മീഷൻ അധ്യക്ഷൻ്റെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ആണ്. കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഓക്കെ, അപ്പോൾ ഇതിലേതാണ് ശരിയായ പ്രസ്താവന? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം മാത്രം. ഓക്കെ. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോ വിവരണവും അതിൻ്റെ വകുപ്പുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ശരിയായതെന്ന് പറഞ്ഞാൽ A4, B1, C2, D3. അതായത് തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, അത് 4ാമത്തേതാണ്, വകുപ്പ് 17 ആണ്. അതുപോലെ ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം, അത് വരുന്നത് 1ാമത്തേതാണ്, അതായത് വകുപ്പ് 21 ആണ്. പിന്നെ സി, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അത് വരുന്നത് 2 ആണ്, അതായത് വകുപ്പ് 21A എന്നുള്ളതാണ്. അതുപോലെ അവസാനത്തേത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും, അത് വരുന്നത് 3ാമത്തേതാണ്, അതായത് വകുപ്പ് 32 എന്നുള്ളതാണ്. ഓക്കെ. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? VP മേനോൻ, സർദാർ വല്ലഭായ് പട്ടേൽ, ഫസൽ അലി, ഇവരാരുമല്ല. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഫസൽ അലി. ഓക്കെ. അടുത്ത ചോദ്യം. പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്, കൊവാറൻറ്റോ, മാൻഡമസ്, സെർഷറാറി. ഉത്തരം ഓപ്ഷൻ സി ആണ്, മാൻഡമസ്. ഓക്കെ. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ, ബങ്കിംചന്ദ്ര ചാറ്റർജി, സത്യേന്ദ്രനാഥ ടാഗോർ, ഇവരാരുമല്ല. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബങ്കിംചന്ദ്ര ചാറ്റർജി.
ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? 20, 21, 22, 15. ഉത്തരം ഓപ്ഷൻ സി ആണ്, 22 ഭാഷകളാണ്. ഓക്കെ. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീൻ, ചെമ്മീൻ, അയല, ആവോലി. ഉത്തരം ഓപ്ഷൻ എ ആണ്, കരിമീൻ. ഓക്കെ. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? 10, 9, 12, 8. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 9 രാജ്യസഭാ സീറ്റുകൾ. ഓക്കെ. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? റോഷി അഗസ്റ്റിൻ, പി പ്രസാദ്, കെ കൃഷ്ണൻകുട്ടി, പി രാജീവ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, കെ കൃഷ്ണൻകുട്ടി. ഓക്കെ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 41, 44, 3, 4. ഉത്തരം ഓപ്ഷൻ സി ആണ്, 3 നദികൾ. ഓക്കെ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? മലമ്പുഴ, വഴാനി, പീച്ചി, കല്ലട. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കല്ലട. ഓക്കെ. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി, വയനാട്, പാലക്കാട്, പത്തനംതിട്ട. ഉത്തരം ഓപ്ഷൻ സി ആണ്, പാലക്കാട്. ഓക്കെ. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? വി അബ്ദുറഹ്മാൻ, പി രാജീവ്, കെ രാധാകൃഷ്ണൻ, പി പ്രസാദ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, വി അബ്ദുറഹ്മാൻ. ഓക്കെ. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം, കോട്ടയം. ഉത്തരം ഓപ്ഷൻ സി ആണ്, തിരുവനന്തപുരം. ഓക്കെ. അയ്യങ്കാളി ജനിച്ചത് എന്നാണ്? 1863 ജൂലൈ 28, 1863 സെപ്റ്റംബർ 28, 1863 ഓഗസ്റ്റ് 28, 1863 ജൂൺ 28. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1863 ജൂൺ 28. ഓക്കെ. അടുത്ത ചോദ്യം. ഇ വി രാമസ്വാമി നായ്ക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൈക്കം, കോഴഞ്ചേരി, ചാവക്കാട്, പള്ളിപ്പുറം. ഉത്തരം ഓപ്ഷൻ എ ആണ്, വൈക്കം. ഓക്കെ. അടുത്ത ചോദ്യം. താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വി ടി ഭട്ടതിരിപ്പാട്, ഏലിയാസ് ചാവറ, മഹാദേവ് ഗോവിന്ദ റാനഡെ, വൈകുണ്ഠസ്വാമി. ഉത്തരം ഓപ്ഷൻ സി ആണ്, മഹാദേവ് ഗോവിന്ദ റാനഡെ. ഓക്കെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? കെ എം പണിക്കർ, വി പി മേനോൻ, കെ പി കേശവ മേനോൻ, കെ മാധവൻ നായർ. ഉത്തരം ഓപ്ഷൻ എ ആണ്, കെ എം പണിക്കർ. ഓക്കെ. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിത കഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഇത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, എ കെ ഗോപാലൻ. ഓക്കെ. അടുത്ത ചോദ്യം. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? എൻ വി കൃഷ്ണവാര്യർ, കെ അയ്യപ്പൻ, എം ടി വാസുദേവൻ, ചേറ്റൂർ ശങ്കരൻ നായർ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ചേറ്റൂർ ശങ്കരൻ നായർ. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ്? വൈക്കം, വടകര, കൊച്ചി, മഞ്ചേരി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, വടകര. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ PSC.object എന്നുള്ള വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ മതി. ഏതായാലും ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്സ്.